ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളുള്ളത് വർക്കലയിലാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് വർക്കലയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്ന് റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ടിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പം ഏകദേശം 2 മണിയാവാനായി. നല്ലോണം വിശക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തില്ല ക്ലിഫിൽ തന്നെ വരുന്നൊരു കഫേ ഡെൽ മാറാണ്. കഫേ ഡെൽ മാർ പറഞ്ഞൊരു കഫേയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് ക്ലിഫിലെത്തിയപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കണ്ടത്. പ്രത്യേകിച്ച് ഞാനൊരു ബീച്ച് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ഈ ബീച്ച് എത്ര കണ്ടാലും മതിയാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വർക്കലയിൽ ആ ക്ലിഫ് എന്നുള്ളൊരു വ്യൂ നട്ടുച്ചയാണെങ്കിലും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കഫേ ഡെൽ മാർ എന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അവിടെ നിന്നാണ് നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കഫേയിലെത്തിയ സമയം. അത്യാവശ്യം ടേബിൾസ് എല്ലാം ഫില്ല് തന്നെ ആയിരുന്നു. നമ്മളും നല്ലൊരു സീ വ്യൂ വരുന്ന ഒരു ടേബിൾ നോക്കിയിട്ട് അവിടെ പോയിരുന്നു. പിന്നെ ഇത്രയും നേരം നല്ല വെയിലത്ത് നടന്നു വന്നതുകൊണ്ട് തന്നെ നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തണുത്തത് നന്നായി കുടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി കോൾഡൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ആ ചൂടത്ത് നടന്നുകൊണ്ട് നല്ല തണുത്ത എന്തെങ്കിലും കുടിക്കാൻ തോന്നുന്നതുകൊണ്ട് ഞാൻ ആ കോൾഡൊക്കെ അങ്ങ് മാറ്റി വെച്ച് നല്ലൊരു വാട്ടർമെലൺ ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ച് ഇരിക്കുമ്പോൾ നമ്മളെ ഇതിൽ പാരാഗ്ലൈഡിങ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു കുങ് പാവ് ചിക്കൻ ആയിരുന്നു. അത്യാവശ്യം കുറച്ച് സ്പൈസി ആയിട്ടുള്ള കുറേ കാഷ്യൂസ് ഒക്കെ ഇട്ടിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു ഡിഷായിരുന്നു അത്. നമുക്ക് രണ്ടാൾക്കും അത് നല്ലോണം ഇഷ്ടമായി. അത് ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തത് ചിക്കൻ ലസാനി ആയിരുന്നു. ചീസി ഒക്കെ ആയിട്ട് അതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു. അത് കാണാനും നല്ല ടേസ്റ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫുഡ് നമുക്ക് 2 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അടുത്തേ കൂടെയൊക്കെ ഉണ്ട് പാരാഗ്ലൈഡിങ് ചെയ്ത ആൾക്കാർ പോകുന്നത്. അങ്ങനെ നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി. ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ 2 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യുന്നത്. വില്ല വർക്കല എന്ന് പറയുന്നതാണ്. ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ക്ലിഫിലേക്ക് വരുന്നുള്ളൂ. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ നേരെ ക്ലിഫിലേക്ക് വീണ്ടും വന്നു. ഏകദേശം ഒരു സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മൺഡേ ആയതുകൊണ്ടാണോ അല്ല വീക്ക് ഡേ ആയതുകൊണ്ടാണോ എന്ന് തോന്നുന്നു. അങ്ങനെ അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ചിങ്ങനെ ഒഴിഞ്ഞ സ്ഥലം തന്നെയായിരുന്നു. അതായത് ഭയങ്കര ക്രൗഡഡ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് കുറേ തിരക്കുള്ള സ്ഥലത്തേക്ക് പോകുന്നതിനേക്കാളും കുറച്ച് ആൾക്കാർ മാത്രമുള്ള സ്ഥലത്ത് പോകുമ്പം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ റിലാക്സ് ചെയ്യാൻ പറ്റുമല്ലേ. അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മൾ ട്രൈപോഡൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് നോക്കി. കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കുറച്ച് നേരം നടന്ന് നോക്കി. ഈ ഒരു വ്യൂ എൻ്റെ അമ്മോ അടിപൊളിയായിരുന്നു. ഇങ്ങനെ ആ ഒരു സൺസെറ്റിൻ്റെ സമയത്തുള്ള ആ ഒരു ബീച്ച് വ്യൂ. നമ്മൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയതിന് ശേഷം ക്ലഫൗട്ടി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു ബീച്ച് വ്യൂ ഒക്കെ വരുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അവരിങ്ങനെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തന്നു. നമ്മളൊരു ചിക്കൻ പിസയും അതുപോലെ തന്നെ ഒരു ടൈഗർ പ്രോൺസ്, ബട്ടർ ഗാർലിക് ടൈഗർ പ്രോൺസ് എന്ന് പറഞ്ഞൊരു നമ്മൾ വാങ്ങിയത്. രണ്ടും നല്ലതായിരുന്നു. നല്ല ഭക്ഷണം തന്നെയായിരുന്നു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറേ സമയം ഉണ്ടായിരുന്നു. നമ്മൾ കുറേ സമയം എടുത്തിട്ടാണ് ആ ഭക്ഷണം കഴിച്ചത്. അത് കഴിഞ്ഞിട്ടും നമ്മൾ കുറേ നേരം രാത്രി ആ ക്ലിഫിലേക്ക് കൂടി ഇങ്ങനെ നടന്നു. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. വേറെ തന്നെ ഒരു വൈബാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചില റെസ്റ്റോറൻറ്റ്സിൽ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ വൈബ് ചെയ്യുന്ന കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ കണ്ടു. നല്ലതായിരുന്നു. അതായത് ആ ഒരു ഈവനിങ് എന്ന് പറയുമ്പോൾ നല്ല കുറേ മെമ്മറീസിലെ ഇങ്ങനെ ഒരു പ്രത്യേകതരം ഫീലിങ്ങുള്ളൊരു രാത്രിയായിരുന്നു അത്. അങ്ങനെ നമ്മൾ കുറേ നേരം ക്ലിഫിലേക്ക് കൂടി നടന്ന് തിരിച്ച് നമ്മൾ ഹോട്ടലിൽ പോയി നമ്മൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയും നമ്മൾ കിടക്കുമ്പോഴേ വിചാരിച്ചു രാവിലെ എന്തായാലും ആ ഒരു മോർണിംഗ് ബീച്ച് വ്യൂ അല്ലെങ്കിൽ അത് നല്ല രസമാണല്ലോ മോർണിംഗ് സമയത്ത് ബീച്ചിൽ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഏർലി മോർണിംഗ് എണീച്ചിട്ട് നമുക്ക് ബീച്ചിൽ പോകാൻ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടായിരുന്നു കിടന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 6:30 ആകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ബീച്ചിലെത്തി.
നമ്മൾ ഇന്നലെ ആണെങ്കിലും ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് ബീച്ച് കണ്ടതല്ലാതെ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ ബീച്ചിൽ കുറച്ച് നേരം നേരത്തെ പോയിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. രാവിലെ ആയതുകൊണ്ടും പിന്നെ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു തിരക്കൊന്നും ഉണ്ടായിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ട്, ആകെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ ആക്ച്വലി അവിടെ സർഫിങ് പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. കാരണം അവരതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അല്ലാണ്ട് ബീച്ചിൽ ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് കുറവായിരുന്നു. അങ്ങനെ അവരത് ചെയ്യുന്നൊക്കെ കാണാൻ ആക്ച്വലി ഇത് ഭയങ്കര ഡിഫിക്കൾട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുന്നത് കാണുന്നതും. അപ്പോൾ അതിങ്ങനെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. അതായത് ഓരോ ചിലവർ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 8-8:30 ആയപ്പോൾ നമ്മൾ ഇന്ത കഫേയിലേക്കാണ് പോയത്. ഈ ഇന്ത കഫേ എന്ന് പറയുന്നത് കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള, ഞാൻ ഇതിൻ്റെ കുറേ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിന് മുന്നേ വർക്കലയിൽ പോയ സമയമൊന്നും ഞാൻ ഇവിടെ പോയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഫേമസ് ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്നും എനിക്കറിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇന്ത്യ കഫേയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ നേരെ ഇന്ത്യ കഫേയിലേക്ക് പോയത്. അവിടുത്തെ ആംബിയൻസും ആ ഒരു സെറ്റപ്പൊക്കെ വേറൊരു വൈബ് തന്നെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മളിരിക്കുന്നതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കുറേ പഴയ സാധനങ്ങൾ, അതായത് പഴയ മൺപാത്രങ്ങളും അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കാണാൻ ഒരു നല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു എസ്തെറ്റിക് ഫീലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളെ ടീ ഓർ കോഫി എന്ന് പറയുന്നത് അത് അൺലിമിറ്റഡ് ആണ്. ബാക്കി എല്ലാ സാധനത്തിൻ്റെയും പ്രൈസ് 349 ആണ് വരുന്നത്. ഏത് ഐറ്റം ഓർഡർ ചെയ്താലും 349 റുപ്പീസാണ് വരിക. അങ്ങനെ നമ്മൾ തന്നെയാണ് കോഫി ഉണ്ടാക്കേണ്ടത്. അതായത് അവരിങ്ങനെ പാലും ആ ഒരു കോഫി മിക്സൊക്കെ തരും. നമ്മളത് മിക്സ് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടത്തിനുള്ള കടുപ്പത്തിനും നമ്മളെ പഞ്ചസാരയൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം. നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ബെനഡിക്റ്റ് ആയിരുന്നു. അത് ആക്ച്വലി വരുമ്പം ഇത്രയും സൈസ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇത് ആക്ച്വലി നല്ല ഹെവി ആയിരുന്നു. അതായത് ചിക്കനും ഉണ്ട്, എഗ്ഗ് ഉണ്ട്, ഒരുപാട് ഇങ്ങനെ വെജിറ്റബിൾസ് ലീവ്സ് ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ഡിഷാണ്. അതുകൂടാതെ നമ്മളൊരു ന്യൂട്ടെല്ല പാൻ കേക്കും പറഞ്ഞു. അതും ഇതുപോലെ തന്നെ പാൻ കേക്ക് പ്ലസ് ഒരുപാട് ഫ്രൂട്ട് കട്ടും ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. ആക്ച്വലി നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഹോട്ടലിൽ പോയി നമ്മൾ ചെക്കൗട്ട് ചെയ്തു. നമ്മൾ അവിടുന്ന് നേരെ പോയത് ജഡായു എർത്ത് സെൻറ്ററിലേക്കാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടുത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകണമെന്ന്. ഏതായാലും പിന്നെ നമ്മൾ വർക്കല വരെ പോയാൽ അവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ജഡായു എർത്ത് സെൻറ്ററിലേക്ക്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെയും പോകാമെന്നുള്ളത്. അവിടെ ഒരാൾക്ക് വരുന്ന എൻട്രി എന്ന് പറയുന്നത് 325 റുപ്പീസാണ്. വിത്തൗട്ട് കേബിൾ കാറാണ്. അതായത് 826 സ്റ്റെപ്സാണ് ടോട്ടൽ ഉള്ളത്. ആ സ്റ്റെപ്സ് കയറി പോകാനില്ല ഒരാൾക്ക് വരുന്ന ചാർജസ് ആണ് ഈ 325 റുപ്പീസ് എന്ന് പറയുന്നത്. കാരണം നോക്കി, ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാം. പുതിയ കുപ്പായം പുതുപുത്തൻ കുപ്പായം, ഇത് പുത്തൻ ലോകം. ഈ ചിരിച്ച് പാട്ടൊക്കെ പാടി പോകുമ്പോൾ നമ്മൾ ആക്ച്വലി അവിടെ എത്തിയപ്പോൾ ആക്ച്വലി ഞെട്ടിപ്പോയി. കാരണം നമ്മൾ കേബിൾ കാറിൽ പോകാമെന്നുള്ള പ്രതീക്ഷയ്ക്കായിട്ടാണ് അവിടെ എത്തിയത്. പക്ഷെ അവിടെ എത്തിയ സമയമാണ് മനസ്സിലായത് നല്ല കാറ്റാണ് അവിടെ. അതായത് എല്ലാ സമയവും നിങ്ങൾ ഇത് പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം. അതായത് എല്ലാ ദിവസവും കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യാറില്ല എന്നാണ് ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയായി സംസാരിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത്. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്നാമത് അത്രയും മുകളിലായതുകൊണ്ട് അധിക ദിവസം ഭയങ്കര കാറ്റാണ് ഉണ്ടാവുക. അപ്പോൾ കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ മോസ്റ്റ്ലി ഇന്ന് നമ്മൾ പോയ ദിവസം അവർ ഓൾറെഡി രാവിലെ ഒന്ന് ട്രൈ ചെയ്തു ഓപ്പറേറ്റ് ചെയ്തിട്ട്. പക്ഷെ അത് സക്സസ്ഫുൾ ആവാത്തതുകൊണ്ട് പിന്നെ അവരത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആക്ച്വലി നല്ല തിരക്കുണ്ടായിന്. ഇതൊരു വീക്ക് ഡേ ട്യൂസ്ഡേ ആണ് നമ്മൾ പോയത്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും തിരക്കുണ്ടാവുന്നു. അവിടെ ക്യൂ നിന്നിട്ട് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ ചേട്ടനോട് ചോദിച്ചു ഇത്രയും തിരക്കുണ്ടാവാറുണ്ടോ? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല തിരക്കുണ്ടാവാറുണ്ട്. വീക്കെൻഡ്സിൽ ഇതിനേക്കാളും തിരക്കുണ്ടാവാറുണ്ട്. നമ്മൾ പോയ ദിവസം ആക്ച്വലി കേബിൾ കാറും കൂടി ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ കുറവാന്നാ പറഞ്ഞേ. കാരണം എൻ്റെ ബാഗിലിട്ട് നടക്കുന്നതാണോ നല്ല പൂക്കി വൈബ് ഉണ്ട്. കഴിയുന്നില്ല അതുകൊണ്ടല്ലേ.
കയറാൻ തുടങ്ങിയ സമയം നല്ല ഉത്സാഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ 826 സ്റ്റെപ്സ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നില്ല. ഇതാണ് ആക്ച്വലി ആ കേബിൾ കാർ വരുന്ന വഴി, പക്ഷേ അത് അന്ന് ഓപ്പറേറ്റിംഗ് ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പക്ഷെ നടക്കാനുള്ള വഴിയിലൊക്കെ നല്ല തണലും അതുപോലെ തന്നെ ഇടയ്ക്ക് വെള്ളവും ഒക്കെ ഉണ്ട്. നമ്മളെ വെള്ളവും സാധനങ്ങളൊന്നും അകത്ത് കയറ്റില്ല. അതിനവർക്ക് സ്പെഷ്യൽ സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ മുകളിൽ നമ്മൾ എത്തി. നല്ല കാറ്റായിരുന്നു മുകളിൽ. അതായത് മുകളിൽ എത്തിയപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. വെറുതെ അല്ല ഇവരിന്ന് കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യാഞ്ഞത്, കാരണം അത്രയും കാറ്റായിരുന്നു. അങ്ങനെ മുകളിൽ താഴെയില്ല, അത്ര തിരക്ക് മുകളിൽ ഉണ്ടായിട്ടില്ല. കുറച്ച് ആൾക്കാരൊക്കെ കുറവായിരുന്നു. പിന്നെ അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഏത് സമയത്താണ് ഈ സ്ഥലം എടുത്തത്, എപ്പോഴാണ് ഈ സ്കൾപ്ചർ കംപ്ലീറ്റ് ആയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ എല്ലാ 3 ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം അവർ പറയുന്നുണ്ട്, അതായത് ഇതിൽ ക്ലൈം ചെയ്യാനോ ഇരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല എന്ന്. ആരും അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അവരത് ചെക്ക് ചെയ്യുകയും ചെയ്യും ആരെങ്കിലും അത് കയറുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു കഫേ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടുന്ന് വെള്ളമോ ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കടികളൊക്കെ കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ ഈ 325 റുപ്പീസിന് ഇത് വേർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം അത് കുറച്ച് പ്രൈസി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഈ ഒരു സ്കൾപ്ചർ മാത്രമാണ് അവിടെ കാണാനില്ലത്. അവിടെ എന്തോ മ്യൂസിയൊക്കെ ഇപ്പം ഇൻ വർക്ക് പ്രോഗ്രസ്സിലാണ്. ചിലപ്പോൾ അതൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും നല്ലതായിരിക്കും എന്ന് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞ് താഴെ ഇറങ്ങിയതിന് ശേഷം ഈ ജഡായു പറയുന്ന, അതായത് നമ്മളെ ട്രിവാൻഡ്രത്തേക്ക് വരുന്ന വഴിയിലുള്ള ഒരു കടയാണ് ഈ വഴിയോര കട എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ റിവ്യൂ നോക്കി ആ സമയം ഏകദേശം ഒരു 3 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2:45 3 മണി ആയിട്ടുണ്ടെങ്കിലും നല്ല ആൾക്കാരുണ്ടായിരുന്നു. നല്ല സർവീസായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. അവിടുത്തെ ഇങ്ങനെ കുറേ സ്പെഷ്യൽ മീൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അയല ഫ്രൈ ആയിരുന്നു പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ റിവ്യൂ നോക്കിയിട്ട് അങ്ങ് കയറുകയായിരുന്നു ചെയ്തത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇത് കുറച്ച് നാൾ മുന്നേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടില്ലേ ഒരു കടയാണെന്ന്. ആക്ച്വലി നല്ല ഭക്ഷണമായിരുന്നു. അതായത് നല്ല ഫിഷ് ഫ്രൈയും കറിയും ചോറും എല്ലാം കൂട്ടി നല്ലൊരു അടിപൊളി ഭക്ഷണവും കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് വിട്ടു. ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് മെമ്മറീസുള്ളൊരു സ്ഥലമാണ്. കാരണം ഞാൻ എൻ്റെ വീട് വിട്ട് ഏകദേശം ഒരു 3.5-4 വർഷത്തോളം താമസിച്ച ഒരു സ്ഥലമാണ്. മൊത്തമായി 4 വർഷം എനിക്ക് താമസിക്കാൻ പറ്റിയില്ല, കാരണം അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നു. പക്ഷെ എന്നാലും ഒരു 3 വർഷത്തോളം ഞാൻ താമസിച്ച ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം. കാരണം ഞാൻ പഠിച്ചത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് നമ്മളെ CET-യിലാണ് ഞാൻ എൻ്റെ BTech പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കോളേജിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കോൺവെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കോളേജിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ എനിക്ക് അവസരമേ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് 2022 എന്തോ ആയിരുന്നു കോൺവെക്കേഷൻ ഉണ്ടായത്. അപ്പം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെ ഈ വഴിയിലേക്കൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് ഓർമ്മകൾ, അതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ചിലപ്പം കുറേ നാൾക്ക് ശേഷം നമ്മൾ പഠിച്ചൊരു കോളേജിൽ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ ഉണ്ടായ ഓരോ ഓർമ്മകളും നമ്മളെ മനസ്സിലേക്ക് വരും. നമുക്ക് ആക്ച്വലി ഈ കോളേജിൽ പോകണം അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പോകണം എന്നുള്ളൊരു പ്ലാൻ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ഉണ്ടായതേ ഇല്ല. കാരണം നമ്മൾ വർക്കലയിൽ നിന്ന് ഡയറക്റ്റ് ബാംഗ്ലൂരേക്ക് തിരിച്ചു വരാമെന്നായിരുന്നു നമ്മളെ പ്ലാൻ. പക്ഷെ പെട്ടെന്നാണ് നമ്മളെ പ്ലാൻ മാറിയത്. കാരണം കണ്ണിൻ്റെ ഒരു കസിൻ സിസ്റ്റർ ട്രിവാൻഡ്രത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ വന്നിട്ട് ചേച്ചീനെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ചേച്ചീൻ്റെ അടുത്ത് പോവാമെന്ന് നമ്മൾ അവിടുന്ന് പെട്ടെന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ കോളേജിലേക്ക് വരുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോന് വോയിസ് ഓവർ കൊടുക്കുകയും കൂടി ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അപ്പം ഞാനിങ്ങനെ ഓടി നടന്ന്, പ്രത്യേകിച്ച് കണ്ണനും
പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണൻ്റെ അടുത്ത് ഇതാണ് ധ്വനി സ്റ്റേജ്, ഇതുവഴിയാണ് ഞങ്ങൾ നടന്നു പോവുക, ഇവിടെയാണ് പരിപാടി നടക്കുക, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. ഇതാണ് സിവിൽ ക്യാൻറ്റീൻ. നമ്മൾ സിവിൽ ക്യാൻറ്റീനിൽ ചിലപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ ബ്രേക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സിവിൽ ക്യാൻറ്റീനിലേക്ക് വരും. പിന്നെ ഈ ഫോട്ടോസ് എന്ന് പറയുന്ന അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരതാണ്. ഇവിടെ ഇങ്ങനെ അപ്പോഴത്തേക്ക് പുതിയ പുതിയ എന്തൊക്കെയോ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എപ്പോൾ വന്നു എന്നുള്ളൊരു മൈൻഡും ആയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഇതാണ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവർക്കൊരു വാളുണ്ട്, നമ്മളതിനെ സിവിൽ വാൾ എന്നാന്ന് പറയുക. ഇവിടെ എന്തെങ്കിലും കോളേജിൽ പരിപാടിയൊക്കെ വരുമ്പം അതിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ണന് പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് കണ്ണൻ മഹാരാഷ്ട്രയിൽ പഠിച്ചതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഫീലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ണനും ഭയങ്കര ന്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ മെയിൻ കോളേജിൻ്റെ ഒരു മെയിൻ കോർണറാണ് ഈ ആർക്കി കോർണർ എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് പ്രോഗ്രാംസ്, അതായത് ഡാൻസും അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു കണ്ണൻ്റെ അടുത്ത്. അങ്ങനെ നടന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഇത് ഈ ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായത്. നേരെ ഓപ്പോസിറ്റ് വരുന്നത് CGPയും, അതായത് നമ്മളെ പ്ലേസ്മെൻറ്റ് സെല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ തന്നെയാണ് മെക് ഡിപ്പാർട്ട്മെൻറ്റും വരുന്നത്. അപ്പം ഇതും വേറൊരു എൻട്രൻസ് ആണ് ഇലക്ട്രോണിക്സ് EC ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ്, പിന്നെ ഒരുപാട് ലാബിലൊക്കെ പിന്നെ നല്ല മെമ്മറീസ് ആയതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ പുതിയതായിട്ട് എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനത് ഇതിനു മുന്നേ കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ നടന്ന് ഓരോ വഴിക്കും ഓരോരോ കഥകൾ എന്തായാലും പറയാനുണ്ടാവില്ലേ. നമ്മൾ 3 വർഷം ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുമ്പം ഓർമ്മകൾ എന്തായാലും ചെറുതായിരിക്കില്ല. പറഞ്ഞു തീരാത്ത അത്രയും ഓർമ്മകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരുപാട് ചിന്തകൾക്ക് വരെ മാറ്റം കൊണ്ടുവരാൻ സാധിച്ച അങ്ങനത്തെ ഒരു സ്ഥലമാണ് എനിക്ക് കോളേജ് എന്ന് പറയുന്നത്. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് പല കാര്യങ്ങളിലും എനിക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അതായത് അതൊരു ബിഫോർ കോളേജ് ആൻഡ് ആഫ്റ്റർ കോളേജ് എന്ന് പറഞ്ഞിട്ട് 2 തിരിക്കാൻ പറ്റും. കാരണം പലതരം മാറ്റങ്ങൾ, അത് മെൻ്റലി ആയിക്കോട്ടെ, കുറേ ഇമോഷണലി ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരുപാട് ചേഞ്ചസ് എനിക്ക് പേഴ്സണലി വന്നൊരു കാലഘട്ടമാണ് ആ ഒരു കോളേജിൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് വിട്ട് താമസിച്ച് മാറി താമസിക്കുന്നു, ഹോസ്റ്റലിൽ താമസിക്കുന്നു, അവിടുത്തെ ഫ്രണ്ട്സ്, അവിടുത്തെ ഒരു അന്തരീക്ഷം, കോളേജിലൊരു അന്തരീക്ഷം, പിന്നെ കോളേജിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. കാരണം ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവിടുത്തെ പരിപാടിയാണെങ്കിലും അതിപ്പം എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിച്ച എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളവിടുത്തെ എലക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദൃഷ്ടിയാവട്ടെ, ധ്വനിയാവട്ടെ, എല്ലാം. ദൃഷ്ടി എന്ന് പറയുന്നത് അവിടുത്തെ ടെക്നിക്കൽ ഫെസ്റ്റും അതുപോലെ തന്നെ ധ്വനി എന്ന് പറയുന്നത് കൾച്ചറൽ ഫെസ്റ്റുമാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് പരിപാടിയും ഒരുപാട് ആ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോളേജ്. അതിൽ തന്നെ ഇപ്പോൾ കോളേജ് എന്ന് പറയുമ്പം അത്രമേൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത്രമേൽ സ്നേഹമുള്ളൊരു കാര്യമാണ് NSS അല്ലെങ്കിൽ NSS റൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തായിരുന്നു നമ്മളെ പഴയ NSS റൂം. ആക്ച്വലി അതെന്തോ റിനോവേഷന് വേണ്ടി അടച്ചിട്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ മുന്നത്തെ ബ്ലഡ് ഡൊണേഷൻ റൂമാണ് ഇപ്പോൾ അവർ NSS റൂമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കണ്ടു. ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന ആ റൂമിനും ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഞാനും എൻ്റെ ആയിട്ടുള്ള വിഷ്ണുവും കൂടിയിട്ടാണ് ആ ഒരു റൂം സെറ്റപ്പ് ചെയ്തതും. അപ്പോൾ നമ്മൾ ബ്ലഡ് സെക്രട്ടറീസ് ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് കോളേജിൽ. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കോളേജിൻ്റെ വരാന്തയിലേക്ക് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണോ എന്താണോ ഫീലിംഗ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കോളേജിലെ ഈ മെയിൻ എൻട്രൻസും അതുപോലെ തന്നെ ഈ ഗോൾഡൻ വാക്ക് വേയും പിന്നെ അതിൻ്റെ സൈഡിൽ വരുന്ന പഞ്ചാരക്കാടും ബൈക്ക് ബേയും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ഭയങ്കര മെമ്മറീസ് ആയിട്ട് ഇങ്ങനെ എന്താ ചെയ്യുക, അതിങ്ങനെ ഓവർഫ്ലോ ചെയ്യായിരുന്നു ആക്ച്വലി എൻ്റെ മനസ്സിൽ. അപ്പം ഏതായാലും ഈ കോളേജ് വരെ വന്നു കഴിഞ്ഞാൽ സൈഡിലുള്ള LH എന്തായാലും ഞാൻ മിസ് ചെയ്യില്ലല്ലോ. കാരണം LHൽ ആ തേർഡ് ഇയറിൽ ആർട്ട് സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പം എനിക്ക് അങ്ങനത്തെ എല്ലാ
മെമ്മറീസും ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയ ബ്ലോക്കും പഴയ ബ്ലോക്കൊക്കെ കണ്ടു. ഞാൻ അകത്തൊന്നും കയറിയില്ല, ഞാനിങ്ങനെ പുറത്തേക്ക് കൂടി, കാരണം ഓൾറെഡി കുറച്ച് ലേറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചേച്ചീൻ്റെ അടുത്ത് പോകാനില്ലതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അതുവഴി ഇങ്ങനെ നടന്നു. പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ പഞ്ചാരക്കടയ്ക്ക് ഇപ്പം ഫുൾ മരക്കം മുറിച്ച് ഇങ്ങനെ അത് വേറെ തന്നെ ഒരു രീതിയിലായിട്ടുണ്ട്. ഈ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വൈകുന്നേരവും രാത്രിയും, അതായത് നമ്മൾ ഇതുവഴിയാണല്ലോ നമ്മൾ ഡെയിലി പോവും വരും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ മനസ്സിന് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫീലിംഗ് എനിക്ക് എങ്ങനെയും പറയാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര സന്തോഷം, ഭയങ്കര എന്തോ ഒരു നൊസ്റ്റു ഫീലിങ്ങും അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ പഠിച്ച കോളേജിലൊക്കെ പോവുക, അപ്പം നല്ല രസമായിരിക്കും. നമുക്ക് നല്ല ഓർമ്മകളുള്ള സ്ഥലത്ത് വീണ്ടും വീണ്ടും പോവാനും ആ ഓർമ്മകൾ ഓർക്കാനും നല്ല ഇഷ്ടമുണ്ടാവും അല്ലേ. കോളേജ് പോലെ തന്നെ ഭയങ്കര ഫേവറേറ്റാണ് ഈ മുന്നിലെ ചേച്ചിക്കടയും ചേട്ടൻകടയും, അതുപോലെ തന്നെ ഈ BCയും മൊഹബത്തും. അതൊക്കെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. സ്പെഷ്യലി തലശ്ശേരി ബിരിയാണിയും, കാരണം അന്നേരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അപ്പം അതൊക്കെ ഇങ്ങനെ ഓർത്ത് ഒരുപാട് മെമ്മറീസും വീണ്ടും ഓർത്തെടുത്തിട്ടാണ് ഈ ഒരു ട്രിപ്പ് അവസാനിക്കുന്നത്. ഇനി ഞങ്ങൾ കുറച്ച് ചേച്ചീനെയൊക്കെ കണ്ടൊരു ഫാമിലി ടൈമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു.